ഒരു സ്ഥലത്ത് ഒരു വർഷമായിട്ട് മഴ പെയ്തിട്ടില്ല, ഒരു ഗ്രാമത്തിൽ. അങ്ങനെ അവിടെ വരൾച്ച നടക്കുകയാണ്. കിണറുകളെല്ലാം വറ്റാറായി, വെള്ളമില്ല, ഭയങ്കര ക്ഷാമം, ഉള്ളവർ വെള്ളം കൊടുക്കാത്ത പോലെ അവസ്ഥ. അങ്ങനെ അവിടുത്തെ പള്ളിയിൽ ഒരു ധ്യാനം നടക്കുകയാണ്. അവർ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാണ് മഴ പെയ്യിപ്പിക്കാനുള്ള. ഓക്കെ, അങ്ങനെ 21 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ എല്ലാവരും വിശ്വാസികളും എല്ലാവരും കൂടി ചേർന്ന് നിന്ന് എല്ലാവരും ഒരുമിച്ച് പാടുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 5 ദിവസമായി, 10 ദിവസമായി, കാർമേഘത്തിൻ്റെ ഒരു കണിക പോലും കാണാനില്ല. 15 ദിവസമായി, 20 ദിവസം, 21ാമത്തെ ദിവസം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ലാസ്റ്റ് ചെയ്യുമ്പം ഭയങ്കര, നമുക്ക് അറിയാമല്ലോ, നമ്മൾ ടാർഗറ്റിലോട്ട് അടുത്തെത്താറാകുമ്പോഴേക്കും നമ്മൾ ഫുൾ എനർജിയിലായിരിക്കും ചെയ്യുന്നത്. ഭയങ്കര പ്രാർത്ഥന, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, എല്ലാം നടക്കുന്നു. അങ്ങനെ ആ ഒരു പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഇടി വെട്ടിയപ്പോൾ എല്ലാവരും ഷോക്കായിപ്പോയി. ഓക്കെ, അത് നോക്കണം, ഈ ഡയലോഗ് ഇനിയും ഓർക്കണം കേട്ടോ. ഇടി വെട്ടിയപ്പോൾ എല്ലാവരും എന്തായി, ഷോക്കായി. അപ്പോൾ ഇവരിങ്ങനെ പുറത്തോട്ട്, കുട്ടികളും സ്ത്രീകളും വയസ്സായവരും എല്ലാവരും വള്ളിയുടെ പുറത്തോട്ട് വന്നിങ്ങനെ നോക്കുമ്പോഴേക്കും ആനൊക്കെ ഇരുണ്ടു. അങ്ങനെ മഴ പെയ്യുവാണ്. അപ്പോൾ തുള്ളിക്കൊരു കുടമെന്ന് പറയുന്ന പോലെ ഭയങ്കര മഴ. അങ്ങനെ 5 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റ് ഇവരെല്ലാം ഇങ്ങനെ മഴയെ കണ്ടന്നപ്പെട്ടിരിക്കുവാണ്. ആർക്കും വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. കാര്യം എന്താ? കാര്യം അവരിൽ വീട്ടിൽ പോകാനുള്ള കുടയോ കാര്യങ്ങളോ ഇല്ലല്ലോ. ഇടയ്ക്ക് ഒരു സൗണ്ട്, എക്സ്ക്യൂസ് മീ മക്കളെ, പ്ലീസ് മൂവ്, പ്ലീസ് സൈഡ് പ്ലീസ്. ഒരു അപ്പൂപ്പൻ, 80-85 വയസ്സായ ഒരു അപ്പൂപ്പൻ ജസ്റ്റ് സ്റ്റൈലായിട്ട് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ പോപ്പി അംബ്രല്ല എടുത്തു, അന്തസ്സമായി നടന്നങ്ങ് പോയി. ഇതിൻ്റെ മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഈ അപ്പൂപ്പന് മാത്രമേ 100% ഫെയ്ത്ത് ഉണ്ടായിരുന്നുള്ളൂ മഴ പെയ്യും എന്നുള്ളത്. ബാക്കി എല്ലാവരും എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. നോക്കാം, എന്തെങ്കിലും അല്പം നടക്കുമായിരിക്കാം, നടക്കണമെങ്കിൽ നടക്കട്ടെ, നഷ്ടമൊന്നുമില്ലല്ലോ. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് 99% വരും. ഇനി നമുക്കിത് നമ്മുടെ ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താൻ നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയുന്നു, എനിക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹമാണ്. ഞാൻ സാറ് പറയുന്ന പോലെ ഞാൻ ഗോൾ കാർഡ് സെറ്റ് ചെയ്ത് വെച്ചു, ഞാൻ വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചു, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ട്, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, എനിക്ക് വിദേശത്ത് പോകാൻ. ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നു, മകനെ നീ പാസ്പോർട്ട് എടുത്തോ? അതിന് ജോലി കിട്ടിയില്ലല്ലോ സാർ, പിന്നെ എന്തിനാ പാസ്പോർട്ട് എടുക്കുന്നത്? അങ്ങനെയുണ്ട്. ഇതാണ് ആറ്റിറ്റ്യൂഡ്. എന്നിട്ട് പറയാനുള്ള ഡയലോഗ് എന്താണ്? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വർക്ക് ചെയ്തു സാർ. അതൊക്കെ തട്ടിപ്പ്. കാരണം ഞാൻ എന്തൊക്കെ ചെയ്തു, ഞാനത് എഴുതി വെച്ചു. സാറ് പറയുന്ന പോലെ എന്നും എഴുതിയിരിക്കുകയാണ്. സാറ് പറയുന്ന പോലെ ഞാൻ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുകയാണ് ഇത് നടക്കുമെന്നുള്ളത്. പക്ഷേ ഒരു മാറ്റവും കാണാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ 100% ട്രസ്റ്റ് കൊടുത്താൽ മാത്രമേ, ഇനി റിലീജിയനിലായാലും ഇനി ഖുറാനിലായാലും ഗീതയിലായാലും എല്ലായിടത്തും ട്രസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവം നിങ്ങളിലേക്ക് വരത്തുള്ളൂ.